എവിടെ മിസ്സസും മോനും ഒക്കെ? മോൻ ക്ലാസ്സിൽ പോയി. ഞാൻ മിസ്സിനെ വിളിക്കാം. അതാ ഞാൻ പറയാനുള്ള രേണു. ഡിസ്പെൻസറി ഈസ് ഡിസ്പെൻസറി, ഹോം ഈസ് ഹോം. ഇപ്പൊ എന്തായി? കാണാതിരുന്നിട്ട് ഉറക്കം വരുന്നില്ലായിരിക്കും. വീട് വരെ എത്തിക്കഴിഞ്ഞു ഓരോന്നും. രാജി ഒന്ന് പതുക്കെ പറ, അവര് കേൾക്കും. നീ എന്റെ മാനകളല്ലേ. കേക്കട്ടെ, എന്റെ ക്ഷമ കിട്ടാലുണ്ടല്ലോ. മിസ്സിസ് അടുക്കളയല്ല, നിങ്ങൾ വന്നറിഞ്ഞ് കാപ്പി എടുക്ക. പുള്ളിക്കാരത്ത് വലിയ സൽക്കാരപ്രിയ. പിന്നെ വന്ന കാര്യം ധൃതിയുണ്ടോ? ഞാൻ ഹോസ്പിറ്റലിൽ പോവാൻ റെഡിയായി നിൽക്കായിരുന്നു. ശരി, ഞാൻ ഡോക്ടറുടെ സമയം കൊല്ലുന്നില്ല. അടുത്ത ഞായറാഴ്ച ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഒരു ചെറിയ ഗെറ്റ് ടുഗദർ. ഡോക്ടറും വരണം. അന്ന് ഹൗസ് വാമിങ്ങിന് വരാതിരുന്ന പോലെ വരാതിരിക്കില്ലേ? അടുത്ത ഞായറാഴ്ച അല്ലേ? എന്തായാലും വരാം. മിസ്സസിനെ കണ്ടില്ല. മിസ്സിസ് അടുക്കളയിലായിരിക്കും. സാരമില്ല, ഞാൻ പറഞ്ഞോളാം. അല്ല, കാപ്പി ഒന്നും വേണ്ട. എന്നാ ഞങ്ങൾ പോട്ടെ. മറക്കരുത്, തീർച്ചയായും വരണം. എന്തായാലും വരാം. വാ പോവാ. ഇന്നത്തെ കണി കൊള്ളാം. ഒരു ഉഗ്രം പീസ് ഒന്ന് വളച്ച് നോക്കിയാലോ. കാണല്ലേ. ആരാണ് നീ? എന്താണ് നിന്റെ പേര്? പ്രേമൻ. നിന്റെ പേര് പോലെ തന്നെ നിന്റെ തൊഴിലും പ്രേമം. സോറി, ഞാൻ പ്രതീക്ഷിച്ച ആള് നിങ്ങളല്ല. പക്ഷേ എനിക്കൊട്ടും തെറ്റിയിട്ടില്ല. ഞാൻ പ്രതീക്ഷിച്ച ആള് നീ തന്നെ. ഐ വാണ്ട് എ ലിഫ്റ്റ്. സോറി കേട്ടോ, എനിക്ക് നോർത്തിലേക്ക് പോണ്ടത്. എന്തൊരു പൊരുത്ത എന്റെ മനസ്സ് നിന്റെ മനസ്സ്. എനിക്കും പോണ്ടത് നോർത്തിലേക്ക് തന്നെയാ. ഞാൻ നോർത്തിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സൗത്തിലേക്ക് പോകും. ഞാനും നോർത്തിൽ നിന്ന് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സൗത്തിലേക്ക്. അയ്യോ, ഇപ്പഴാ ഞാനൊരു കാര്യം ഓർത്ത്. ഈസ്റ്റിൽ ചെന്ന ഒരാളെ കണ്ടിട്ട് വേണം നോർത്തിൽ പോയിട്ട് പിന്നെ സൗത്തിൽ പോവാൻ. ഞാനും അങ്ങനെ തന്നെയാ. ഈസ്റ്റിൽ പോയി ഒരാളെ കണ്ടിട്ട് വേണം നോർത്തിൽ പോയി സൗത്തിൽ പോവാൻ. ഈ പ്രായത്തിൽ ഇങ്ങനെ യാത്ര ഇപ്പഴാ ഓർത്തത്. ഞാൻ ഇന്ന് ഫ്രീയാ. നമുക്കിന്നും എൻജോയ് ചെയ്യണം. ആരെങ്കിലും കണ്ടാ വളരെ ബോറാട്ടോ. അമ്മച്ചിയുടെ തലക്ക് വട്ടുണ്ടോ? വട്ട് നിന്റെ തന്തയ്ക്കാ. വണ്ടി ഇടറാ. ഇങ്ങനെ വരാൻ വഴിയില്ലാത്താണല്ലോ. എന്താ ഈ സാധനത്തിന് എവിടെ കൊണ്ടേ കളയണ്ടേ ഈശ്വര. ഇവിടെ കോർപ്പറേഷന്റെ കുപ്പത്തൊട്ടിയോ ശ്മശാനോ വല്ല കണ്ടിരുന്നെങ്കിൽ. എന്താണ്ട് അതിന്റെ എഞ്ചിൻ കാണുന്നില്ലേ? എഞ്ചിനുണ്ട്, പക്ഷെ ചെറിയൊരു പ്രശ്നം. പറഞ്ഞ മനസ്സിലാവില്ല. ഓ, ഇതിന്റെ കാൽക്കുലേറ്ററിൽ വെള്ളമില്ലായിരിക്കും. കാൽക്കുലേറ്റർ അല്ല, റേഡിയേറ്റർ. റേഡിയോട്ടിലായാലും ടി വിയിലായാലും നീ വേഗം ശരിയാക്ക്. നമുക്കിന്ന് എൻജോയ് ചെയ്യണ്ടേ? പിന്നെ എൻജോയ് ചെയ്യാം. പക്ഷേ ഈ പ്രശ്നമുണ്ടല്ലോ, വണ്ടി സ്റ്റാർട്ട് ആവണില്ല. തള്ളാനാണെങ്കി ആരും കാണുന്നില്ല. ചേച്ചിയെ കൊണ്ട് ഞാനെങ്ങനെ ഈ വണ്ടി ഇപ്പൊ എങ്ങനെ തള്ളിക്കാം? നമുക്ക് എൻജോയ് ചെയ്യണ്ടേ? പിന്നെ എൻജോയ് ചേച്ചി വെറുതെ ഇങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് ഫോഴ്സിനെ തള്ളുകയാണെങ്കിൽ ഈ വണ്ടി സ്റ്റാർട്ട് ആകുന്നു, നമ്മൾ പോകുന്നു, എൻജോയ് ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ തള്ളണം അല്ലേ? അതെ. എടാ കള്ള, ഇങ്ങനെയുള്ള പല അടവുകളും ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ചേച്ചി എന്തിനാ വയസ്സാം കാലത്ത് ഇങ്ങനെ സിനിമ നടക്കണേ? ആർക്കടാ വയസ്സ്? നിന്റെ മറ്റവൾക്കാ. കേരള വണ്ടിയിൽ അമ്മച്ചി ഞാൻ എന്നെ കൊണ്ടേ പോവുള്ളൂ അല്ലേ? അതെ, നിന്നെ കൊണ്ടേ പോവുള്ളൂ. വരാനുള്ളത് വഴി തെങ്കിലും ആരോ പറഞ്ഞത്. അത്ര ആരോ അല്ല, ഞാനാ പറഞ്ഞു. എന്നെ തള്ളേ. ഓക്കെ കണ്ടിന്റെയൊക്കെ കറക്റ്റ് അല്ലേ? ലൈഫിന്റെ പ്രശ്നമാണേ. ഗുഡ് നൈറ്റ്. നടന്നത് മുഴുവൻ വിശദമായിട്ട് പറ. നടന്നത് മുഴുവൻ വിശദീകരിച്ച് തന്നെ പറയാം. ആദ്യം നമ്മുടെ ലെവലല്ലേ, കോട്ടപ്പടി കുട്ടപ്പൻ. അവൻ 14,000 രൂപ വിളിച്ചു. എന്നിട്ട് ഞാൻ വിട്ടില്ല. ഞാൻ തീപ്പെട്ടി എടുത്തൊരു ബീഡി കത്തിച്ചു. കണ്ണമാലി കരീം 13,333 വിളിച്ചു. അപ്പൊ ഞാൻ ബീഡി കളഞ്ഞു സിഗരറ്റ് കത്തിച്ചു. അപ്പോഴും വായിൽ മുറുക്കാനുണ്ടായിരുന്നു. യു ഡോണ്ട് വറി. പൊന്നാരിമംഗലം പൗലോസ് 14,444 വിളിച്ചു. ഞാൻ വിട്ടുവാ. അപ്പോ ഞാൻ സിഗരറ്റ് ആഞ്ഞു വലിച്ചു പുക പോലും പുറത്തേക്ക് കളയാതെ ആഞ്ഞു വിളിച്ചു 15,000. മിടുക്കൻ. നിനക്ക് ഞാൻ സമ്മാനം തരുന്നു. സമ്മാനം തരാൻ വരട്ടെ. ഒന്ന് വേഗം പറയടാ. പറയാം. വാശി എന്റെ ഒരു വീക്ക്നെസ് ആണെന്ന് മുതലാളിക്കറിയാലോ. കോട്ടപ്പടി കുട്ടപ്പൻ 18,550 വിളിച്ചപ്പോ ഞാൻ 20,000 വിളിച്ചു. 1000 പോയി. 1000 പോയാൽ എന്ത് വേണ്ട മുതലാളി? ഒടുവിൽ ഞാൻ 30,000 ഉറപ്പിച്ചു. 30,000 വിളിക്കാൻ നിന്റെ അപ്പം കാശിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഭയങ്കര ചതിയായി പോയല്ലോ മുതലാളി. ഞാനല്ല ചതിച്ചത്, എന്റെ കൂടെ വിളിച്ചവരാ. അവര് കൂട്ടിക്കൂട്ടി വിളിച്ചപ്പോ മുതലാളിയുടെ ചീത്തപ്പേര് കളയാതിരിക്കാൻ ഞാൻ കേട്ടു വിളിച്ചു. മുതലാളി വിഷമിക്കണ്ട. അടുത്ത ലേലത്തില് എന്റെ വീക്ക്നെസിന്റെ ഡോസ് അല്പം കുറച്ചോളാം മുതലാളി. എന്റെ വായിരിക്കുന്ന കകതം. അപ്പൊ നാളെ കണ്ണമാലി ലേലത്തിന് പോണ്ടേ? കണ്ണമാലിയല്ല, കണ്ണമാലി അല്ലേ?
റുക്കു നാ പോയിട്ട് വരാ. അയ്യോ ഞാൻ ഒരു വിഷയം മറന്നിട്ടേ. എന്ന വിഷയം? അയ്യോ സാറിനാ വലിച്ചതാ. റോഡിലെല്ലാം നിറയെ പെണ്ണുങ്ങളുണ്ട്. അവരാരും என் புருஷனை கண்ணு வைக்க கூடாது. அதுக்குதான் இந்த பியூட்டி ஸ்பாட். அப்புறம் பொம்பளைங்களை பார்க்க கூடாது, நான் வெஜிடேரியன் சாப்பிட கூடாது, சிகரெட் பிடிக்க கூடாது. ஸ்ட்ரைட்டா போய் ஸ்ட்ரைட்டா വരണം. ഇനി വേറെ ഇലൂമിനേഷൻ ഡെക്കറേഷൻ വർക്ക് ഏതാവത് വേണമാ? இல்லனா போதும் போதும். കണ്ടത്തിൽ വെച്ച കോലം പോലെ ഉണ്ടാവും. ഞാൻ വരട്ടെറുക്കൂ. வாங்கண்ணா. பாத்தீங்களா இருக்கு. என்ன நீங்க பீடி பிடிச்சிருக்கீங்களா? இல்லடா நிஜமா நான் பீடி பிடிக்கல. ஆமாடா பொய் சொல்றேன். எனக்கு பீடி ஸ்மெல் நல்லா தெரியும். ருக்கு എനിക്ക് കാലയിലെ ഒരേ പല്ലുവലി. എന്നോട് ഫ്രണ്ട് ചൊല്ലിയാച്ച് പല്ല് വേദനയ്ക്ക് ரொம்ப നല്ല മെഡിസിൻ സിഗരറ്റ് വലിക്കൂ. അതാ ഞാനൊരു സിഗരറ്റ് വലിച്ചേ. அப்படியா? அப்படின்னா நான் ஒண்ணு சொல்றேன். இனிமே நீங்க பீடி குடிச்சீங்கன்னா நான் உங்களை அடிக்கவே மாட்டேன். നല്ല പൊണ്ണു. ஆனா கொன்னிடுவேன், ஜாக்கிரதை. എന്താ അറിയോ, അവൾ ഇത്രയും പേരെ ക്ഷണിച്ച സ്ഥിതിക്ക് ഞാനും കുറച്ചുപേരെ ക്ഷണിച്ചില്ലെങ്കിൽ മോശമല്ലേ? ഒരു ചെറിയ പാർട്ടി കൊടുത്തളയാം. ക്ഷണിക്കുന്നൊക്കെ കൊള്ളാം. മുതലാളിയെ പോലെ കുപ്പിയും മാട്ടയും പറഞ്ഞൊന്ന് ക്ഷണിക്കായിരുന്നാ മതി. പിന്നെ നിന്നെയും ക്ഷണിക്കാൻ പറ്റില്ലല്ലോ. തലമറന്ന് എണ്ണ തേക്കല്ലേ. ഈ വണ്ടിക്ക് സ്പീഡില്ല. വേഗം വിട് വിട് വിട്. ഒന്നിറങ്ങിയേ. എന്റെ ഒരു കാര്യമുണ്ട്. വണ്ടി ഞാൻ ഓടിക്കണോ? വേണ്ട, ഞാൻ തന്നെ ഓടിച്ചോളാം. ഞാൻ സ്പീഡുള്ള വണ്ടി എടുക്കുമ്പോൾ നിന്നെ ക്ഷണിക്കാം യാത്ര ചെയ്യാൻ. അതാ നല്ലത്. ഓരോരുത്തർക്ക് ഓരോ വണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ടാക്സി വിളിച്ചു വന്നാലോ? ടാക്സി. ஐயோ முருகா, அண்ணா வேணாண்ணா. அண்ணா ആകെ കൊള്ളാം. ஐயோ 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 ஐயோ. ഇത് ഷൂട്ടിംഗ് ആഡ് ഫിലിമാ. അത് പാറ്. ക്യാമറ, ലൈറ്റ്, HMI. ഞാൻ சொல்றது கேளுடா. போது இருக்கு. முடிச்சிரு முடிச்சிரு. என் கதையே முடிச்சிரு. ഞാൻ சொல்றது கேளப்பா. வாய மூடுற சரியா? நீ எதுக்கு டூப்ளிகேட் மேரேஜ் பண்ற? அது என் வேலையப்பா. யாரடா அந்த வேலைப்பா? ஐயோ அது என் வேலை அப்பா. ஜோலி. എൻ മനസ്സിൽ ഒരേ ഒരു പെണ്ണുതാ ഇருக்கு. എൻ റുക്കു. അവളുടെ കൊളന്ത മുഖം, അവളുടെ നടപ്പ്, അവളുടെ ചിരിപ്പ്, അവളുടെ பேச்சு, அதெல்லாம் என் மனசுல இருக்கப்பா. அவள் மேல எவ்வளவு அன்பு பாசம் இருக்குன்னு உங்களுக்கு தெரியுமா? நான் காமிச்சறேன். என்னடா என்னடா நீ காமிக்க போற? ஹனுமானா இருந்தே நெஞ்சு பொளிச்சு காட்டியனே. பாரு ருக்கு இங்கதான் இருக்கு. சாரி இங்கதான் இருக்கு. காமிச்சு தர்றேன். அவள் மேல எவ்வளவு அன்பு பாசம் இருக்குன்னு நான் காமிச்சு தர்றேன். நான் காமிச்சறேன். ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഞാൻ. ഷേർഷാ എന്താ സംശയമുണ്ടോ? ഷേർഷാ ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ തലയോട്ടികളോട് ചോദിച്ചാൽ മതി. അവ പറഞ്ഞത്. അതിന് തലയോട് സംസാരിക്കില്ലല്ലോ ഷേർഷാ. തലയോട്ടികൾ സംസാരിക്കാറില്ല. അതുകൊണ്ടാണ് ഷേർഷാ സംസാരിക്കുന്നത്. ഇതാരുടെ തലയോട്ടിയാണെന്ന് അറിയാമോ? ഇല്ല. നിങ്ങൾക്കെന്നല്ല, ലോകത്താർക്കും അറിയില്ല. ഒരുപാട് ബ്രെയിനുകൾ ഉപയോഗിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ജപ്പാനിലെ കുപ്രസിദ്ധ അധോലോക ചക്രവർത്തിയായ മിത്സുയ ടഹാഷി. ഇതയാളുടെ 40ാമത്തെ വയസ്സിലുള്ള തലയോട്ടി. ഇതയാളുടെ 10ാമത്തെ വയസ്സിലുള്ള തലയോട്ടി. വന്ന കാര്യം പെട്ടെന്ന് പറഞ്ഞു തീർക്കണം. എനിക്കിന്ന് 3 കൊലപാതകങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. 4 5 അതെ 6. എന്റെ ഭാര്യയ്ക്ക് ഒരു സംശയം. എന്താ, നിങ്ങൾ അവളുടെ ഭർത്താവല്ലെന്നാണോ? അതല്ല. അതിൽ കൊണ്ടുപോകരുത്. എന്താ? വളരെ കഷ്ടപ്പെട്ടാണ് ഞാനത് അവളെ കെട്ടി തൂക്കിയത്. അത് എന്താന്ന് വെച്ചാൽ എന്റെ ഭാര്യയോട് എനിക്ക് സ്നേഹമുണ്ടോ എന്നുള്ളതാണ് അവളുടെ സംശയം. അപ്പോ ഞാൻ അവളെ കൊന്നു തരണോ? അല്ലേ? അയ്യോ കൊല്ലൊന്നും വേണ്ട. പിന്നെ എന്റെ ഭാര്യയോട് എനിക്കുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെറിയൊരു മാർഗം. ഒരു കാര്യം ചെയ്യാം.
തന്റെ ഭാര്യയോടൊപ്പം ഞാൻ കുറച്ചു ദിവസം താമസിച്ച് നിങ്ങളുടെ സ്നേഹത്തെ കുറിച്ച് ഞാൻ അവൾക്ക് ഒരു സ്റ്റഡി ക്ലാസ് കൊടുക്കാം. അതൊന്നും വേണ്ട, വഴി ഞാൻ പറഞ്ഞുതരാം. വഴി നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ പറയുന്ന കേൾക്ക്. ഗർഭിണിയായ എന്റെ ഭാര്യയും ഞാനും കൂടി നാളെ അമ്പലത്തിൽ പോകുന്നു. ഗർഭിണിയായ ഭാര്യയും കൊണ്ട് അമ്പലത്തിലേക്കല്ല ഹോസ്പിറ്റലിലേക്കാണ് പോകേണ്ടത്. എന്റെയൊക്കെ ഒന്ന് ശ്രദ്ധിക്ക്. ഞാനും ഭാര്യയും കൂടി നടന്നു വരുമ്പോൾ ഇക്കവളെ ഉപദ്രവിക്കുന്ന പോലെ അഭിനയിക്കണം, കയറി പിടിക്കണം. ഇത്ര ചെറിയ കാര്യങ്ങൾക്കൊന്നും ഷേർഷ പോകാറില്ല. ഒരു കാര്യം ചെയ്യാം, എന്റെ ശിഷ്യൻ ബൂർഷയെ വിടാം. അയ്യോ, അതൊന്നും പറഞ്ഞാൽ പറ്റൂല. ഈ പണിക്ക് വേറെ ആരെ നോക്കിട്ട് കിട്ടിയില്ലേക്കാം. അഡ്വാൻസ് വെച്ച് എന്റെ ലൈഫിന്റെ പ്രശ്നം നാളെ വരണം. ശരി, അത്ര നിർബന്ധമാണെങ്കിൽ നാളെ നിങ്ങൾ പറഞ്ഞ റോഡിൽ ഈ മഞ്ഞ ഹെൽമെറ്റും ധരിച്ച് ഞാൻ അവിടെ ഉണ്ടാകും. ശരി, നിൽക്കൂ. ഷേർഷയ്ക്ക് ജാതിയില്ല, മതമില്ല, പക്ഷേ മുസ്ലിമാണ്. അത് നന്നായി. പൊക്കോളൂ.